പുരാവൃത്തങ്ങളിലെ വെള്ളായണി, ഐതിഹ്യങ്ങളുടെ തമ്പുരാട്ടി, നൂറ്റാണ്ടുകളുടെ നിഗൂഢത പേറുന്ന വെള്ളായണിക്കായൽ. അവിടുത്തെ ഇളം കാറ്റിൽ പോലും ദേവീ സാന്നിധ്യത്തിന്റെ ഗന്ധമുണ്ട്. തെങ്ങുചെത്തുകാർ കായൽക്കരയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആ പഴയ കാലത്താണ് ഈ അത്ഭുത കഥയുടെ തുടക്കം. അന്ന് കായൽ തീരത്തെ തെങ്ങുകളിൽ നിന്ന് കള്ള് ശേഖരിക്കുക പതിവായിരുന്നു. എന്നാൽ വിചിത്രമായൊരു മോഷണം ഒരു ചെത്തുകാരനെ അമ്പരപ്പിച്ചു. കുടത്തിൽ നിറച്ചുവെക്കുന്ന കള്ള് ഓരോ ദിവസവും കുറയുന്നു. മോഷ്ടാവിനെ പിടികൂടാൻ മറഞ്ഞു നിന്നയാൾ കണ്ടത് അവിശ്വസനീയമായൊരു കാഴ്ചയായിരുന്നു. ഒരു കൂറ്റൻ പച്ചത്തവള തെങ്ങുകളിൽ നിന്ന് തെങ്ങുകളിലേക്ക് അനായാസം ചാടി കള്ളു കുടിക്കുന്നു. കോപമടക്കാനാവാതെ അയാൾ തന്റെ കൈവശമിരുന്ന തേറ് ആ തവളയ്ക്ക് നേരെ ആഞ്ഞെറിഞ്ഞു. പിടഞ്ഞുകൊണ്ടത് കായലിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. വാർത്തയറിഞ്ഞെത്തിയ കേളൻ കുലശേഖരവാത്തി എന്ന മഹാഭക്തൻ അതൊരു ദൈവീക നിയോഗമായി കണ്ട് വെള്ളായണിക്കായലിന്റെ ആഴങ്ങളിൽ ദേവിക്കായി തപസ്സു തുടങ്ങി. അവസാനിച്ചത് 7-ാം നാളിലായിരുന്നു. കായൽ പരപ്പിൽ ഒരു ചെന്താമര വിരിഞ്ഞുയർന്നു. ആ വിടർന്ന ഇതളുകൾക്കിടയിൽ ചുവന്ന സാളഗ്രാമമായി ജ്വലിച്ചു നിൽക്കുന്ന മഹാത്രിപുരസുന്ദരിയായ ശ്രീഭദ്രകാളി കണ്ണു നിറഞ്ഞൊഴുകി വാഴ്ത്തി ആ ചൈതന്യത്തെ തൊഴുതുനിന്നു. അയാൾ ആ ദിവ്യ ചൈതന്യത്തെ ഒരു കലമാൻ കൊമ്പിലേക്ക് ആവാഹിച്ചു. പിന്നീട് വരിക്കപ്ലാവിൻ കൊമ്പിൽ തീർത്ത അതിമനോഹരമായ ഒരു തിരുമുടിയിൽ പ്രതിഷ്ഠിച്ച് പൂജകൾ ആരംഭിച്ചു. വെള്ളായണിയുടെ മണ്ണിൽ ദേവീ ചൈതന്യം കുടികൊണ്ടത് അങ്ങനെയായിരുന്നു.